ഹലോ മക്കളെ, യെസ്. അപ്പൊ മിസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാല്, അതായത് എല്ലാ തവണയും കുട്ടികൾക്ക് ഒരു വിചാരമുണ്ട് നമ്മൾ ഓണപരീക്ഷയുടെ ചോദ്യ പേപ്പർ എന്തായിരിക്കും. വളരെ എളുപ്പമായിരിക്കും. ബയോളജിക്ക് ആണെങ്കിൽ പറയും വേണ്ട, അയ്യോ ഇത് എന്തൊരു ഈസിയാ ബയോളജി അല്ലേ. ബയോളജി അല്ല, അതിങ്ങനെ അവസാനം പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു ധാരണ നമുക്ക്, ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം എന്താ, കെമിസ്ട്രിയും ബയോളജി ഒരുമിച്ച് തന്നെ എഴുതണം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും രണ്ട് സബ്ജക്റ്റിനും കുറച്ച് സമയം വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അറിയേണ്ടത്. നിങ്ങൾ എന്തായാലും കഴിഞ്ഞ വർഷം വരെ 9ാം ക്ലാസ് ആയിരുന്നു, ഇപ്പൊ 10ാം ക്ലാസ്സിലേക്ക് എത്തി. 10ാം ക്ലാസ്സിൽ നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന പരീക്ഷയാണ്. ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നിങ്ങൾ അറിയണം. അതായത് അത്ര എളുപ്പത്തിലല്ല വരുന്നത് എന്നുള്ളത്. ഓക്കെ, എന്നുവെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടും അല്ലല്ലോ. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും പറയുന്നു. പക്ഷെ നമ്മൾ ഒട്ടും പഠിക്കാതെ, ഒരു മുമ്പ് എന്തൊക്കെ ക്വസ്റ്റൻ വന്നതെന്ന് പോലും അറിയാതെയാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആകെ മൊത്തം ഒരു ബുദ്ധിമുട്ട്. എന്താ പറയാൻ വന്നു, മന്താളിപ്പ് എന്നൊക്കെ പറയാൻ വന്നു. അതേതാ വാക്ക്? അന്താളിപ്പായിരിക്കും. സോറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ അല്ലെ, നമ്മുടെ അതായത് ഓണ പരീക്ഷ ചോദ്യ പേപ്പർ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ അനലൈസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. യെസ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റൻ ഒക്കെ പൊതുവെ ഇതുപോലെ 1 മാർക്കിന് ഐഡന്റിഫിക്കേഷൻ പിക്ചർ വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും ആദ്യത്തെ 3-4 ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ചിത്രത്തിൽ എക്സ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എന്താണ്? പാൻക്രിയാസ്. മറ്റേ സൈഡ് വെച്ച് പാൻക്രിയാസ്. ഓക്കെ, അപ്പൊ ഇത് പാൻക്രിയാസ് ആണ്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തന്നെ അവര് ഇത് പഠിച്ചിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്നത് പാൻക്രിയാസ് അല്ലേ? ഓക്കെ, അടുത്തത്. Correct mistakes of any in the underlying portion of the given statement. തന്നിരിക്കുന്ന പ്രസ്താവന അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും വളരെ കോമൺ ആണ്. In planaria, ommatidia helps to detect light. ommatidia ആണോടാ? അല്ല. എന്താണ്? പ്ലനേറിയയിൽ ഐ സ്പോട്ട് ആണുള്ളത് അല്ലെ? ഐ സ്പോട്ട് ആണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ തെറ്റുള്ളത് മാത്രം തിരുത്തി എഴുതാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ചില ആൾക്കാർ ചിലപ്പോൾ പ്ലനേറിയ ommatidia helps to detect light, ചിലപ്പോൾ പ്ലനേറിയനെ മാറ്റിയിട്ട് അവിടെ ഹൗസ് ഫ്ലൈ അണ്ടർലൈൻ ചെയ്തത് ശ്രദ്ധിക്കണം. കാരണം അവർ വിചാരിക്കും ഒമറ്റീഡിയ പ്ലനേറിയയിലല്ലോ, ഹൗസ് ഫ്ലൈ അല്ലേ. അപ്പൊ ഇൻ ഹൗസ് ഫ്ലൈ ഒമറ്റീഡിയ മാർക്ക് കിട്ടില്ല. അണ്ടർലൈൻ ചെയ്ത ഭാഗത്ത് തെറ്റുണ്ടെങ്കിലാണ് മാറ്റാൻ പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇൻ ഷാക്ക് ദി റിസെപ്റ്റേഴ്സ് ഓഫ് ലാറ്ററൽ ലൈൻ ഹാവ് ടു ഡിറ്റക്ട് ദി ചേഞ്ച് ഇൻ ദി ബാലൻസ് ഓഫ് ദി ബോഡി. സ്രാവിൽ എന്താണ്? പാർശ്വവര. കറക്റ്റ് ആണ്. സ്രാവിൽ ബോഡി ബാലൻസിന് സഹായിക്കുന്ന ആളാണ് ആര്? പാർശ്വവര എന്ന് പറയുന്നത്. In snakes, the organ of corti helps to detect the smell. പാമ്പുകൾ ഗന്ധം തിരിച്ചറിയാൻ organ of corti ആണോ സഹായിക്കുക? അല്ല. ഏതാണ്? ജേക്കബ്സൺസ് ഓർഗൻ. യെസ്, ജേക്കബ്സൺസ് ഓർഗൻ. അപ്പൊ ഇതിന്റെ മലയാളം ഇംഗ്ലീഷും മിസ്സുമാർ ഇങ്ങനെ മാറ്റി എഴുതും. രണ്ടും കൂടി എഴുതി കുറെ സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോ രണ്ടുപേർക്കും ചിലത് നമ്മൾ മലയാളത്തിന്റെ ആൻസർ ആവും, ചിലത് ഇംഗ്ലീഷിന്റെ ആൻസർ ആവും എഴുതുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പൊ എന്താണ് എഴുതണമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. യെസ്. അടുത്തത്, ചൂസ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫ്ലോയിങ്. താഴെ തന്നിവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഫസ്റ്റത്തത് എന്താണ്? സെറിബ്രം മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ആണോ? ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നത് സെറിബ്രം ആണോ? അല്ല, അത് സെറിബെല്ലം ആണ്. സോ ഇത് തെറ്റാണ്. ഹൈപ്പോതലാമസ് മെയിൻറ്റെയിൻസ് ഹോമിയോസ്റ്റാസിസ്, അതായത് ആന്തരസംസ്ഥിതി പരിപാലനം. അത് ഹൈപ്പോതലാമസ് ശരിയായ ഉത്തരവാണ് കേട്ടോ. സെറിബെല്ലം ഇവോക്ക് സെൻസേഷൻ. സെറിബെല്ലം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. തെറ്റാണ്. അത് ഏതാണ് വരുന്നത്? സെറിബ്രം അല്ല, ഇത് വരുന്നത് എന്താണ്? സെറിബ്രം. ഫസ്റ്റത്തത് എന്തായിരുന്നു വരേണ്ടത്? അത് വരേണ്ടതായിരുന്നു സെറിബെല്ലം. ഓക്കെ അല്ലേ? അപ്പൊ തിരുത്തി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ശരി ഏതാണോ ആ കറക്റ്റ് പെയറിനെ നിങ്ങൾ ചൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും, എന്നാ പിന്നെ 1 മാർക്കിന്റെ ചോദ്യത്തിന് നമുക്ക് ബ്രെയിൻ ചോദിച്ച സ്ഥിതിക്ക് 3 മാർക്കിനൊന്നും അത് വരില്ല. തെറ്റാണ്. ഇതിലും ചോദിക്കും, 3 മാർക്കിലും ചോദിക്കും. ഓക്കെ, Destruction of dash in the brain is the cause for Parkinson's disease. Parkinson's രോഗത്തിന് കാരണം മസ്തിഷ്കത്തിലെ എന്തിന്റെ നാശമാണ്? എന്തിന്റെ നാശമാണ്? ഗാംഗ്ലിയോൺ അല്ലെ? ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമാണ് നമുക്ക് ഈ പറയുന്ന പാർക്കിൻസൺസ് രോഗം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ, അതായത് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ, നമ്മളെ ഫസ്റ്റത്തെ ചാപ്റ്റർ നാഡീവ്യവസ്ഥ അല്ലെ, അതിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഡിസോർഡേഴ്സ്, രോഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ രോഗങ്ങളിലെ പാർക്കിൻസൺസ്, അൽഷിമേഴ്സ്, എപ്പിലെപ്സി 3 ഏതെങ്കിലും 1 ഷുവർ ആയിട്ട് ചോദിച്ചിരിക്കും. ഇപ്പോഴേ നോട്ട് ചെയ്ത് വെച്ചാൽ എന്തായാലും അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. 1 മാർക്കോ 2 മാർക്കോ 3 മാർക്കിനോ ചോദിക്കും. യെസ്. Select the statement related to cataract from the following. തന്നിരിക്കുന്നതും തിമിരവുമായി ബന്ധപ്പെട്ടത്. കോൺ കോശങ്ങളുടെ തകരാറ്, കണ്ണിലെ ലെൻസ് അതാര്യമാവുന്നു, വിറ്റമിൻ എയുടെ അഭാവം, കൺജങ്ക്റ്റിവയെ ബാധിക്കുന്ന അണുബാധ. എന്താണ് ഇതിൽ? ഏതാണ് നമ്മുടെ കാറ്ററാക്ട്? തിമിരം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലെൻസ് എന്തായിട്ട് മാറുന്നു? ഒപ്പേക്കാവും അല്ലെ? അതാര്യമായി മാറുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 2 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്നത് എന്തിന്റെ ഫിഗർ ആണെന്ന് മനസ്സിലായല്ലോ. ദിസ് ഇസ് എ ന്യൂറോൺ അല്ലെ? ഇത് നാഡീകോശം, ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ മക്കളെ, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ്. എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണെന്ന ചോദ്യം. ഇത് ഏത് ഭാഗമാണ്? ദിസ് ഈസ് മൈലിൻ ഷീൽഡ്.
ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഹൗ ഡസ് ദ പ്രസൻസ് ഓഫ് പാർട്ട് എക്സ് യൂസ്ഫുൾ ടു ദ ന്യൂറോൺ? അതായത് എക്സ് എന്ന ഭാഗമുള്ളത് നാഡീകോശങ്ങൾക്ക് എപ്രകാരം പ്രയോജനപ്പെടുന്നു? ഒന്ന് എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു മൈലിൻ ഷീത്ത് ഉള്ളത് കൊണ്ട് തന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന്, എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സംരക്ഷണം. ഓക്കെ, അതേപോലെ ആക്സലറേറ്റ് ഇമ്പൾസ്, അതായത് ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കും. ഓക്കെ, ആവേഗങ്ങളുടെ വേഗത കൂട്ടും അല്ലെ? ഓക്കെ, പിന്നെ എന്തൊക്കെ നമുക്ക് പറയാം? അതായത് ഈ ഒരു ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? അതും മൈലിൻ ഷീത്ത് ആണ് കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു 3-4 ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്, എല്ലാം പഠിച്ചു വെച്ചോളാം. ഓക്കെ, എക്സാമിൻ ദ കണ്ടീഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ചൂടെ നൽകിയിരിക്കുന്ന സാഹചര്യം പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ബ്ലഡ് കാൽഷ്യം ഇസ് ലെസ് ദാൻ നോർമൽ. അതായത് എന്താണ് ഈ പറയുന്ന കാൽഷ്യത്തിന്റെ അളവ് സാധാരണത്തെക്കാളും കുറവാണ്. അപ്പൊ സാധാരണ അളവ് എന്ന് പറയുന്നത് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml ആണ്. അപ്പൊ ഇതിനേക്കാൾ കുറവാണ്. വിച്ച് ഹോർമോൺ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സിറ്റുവേഷൻ? അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടാൻ സഹായിക്കുന്നത് ആരാന്ന ചോദ്യം. ആരാണ് മിസ്സേ? ദാറ്റ് ഈസ് പാരാതോർമോൺ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന പാരാതോർമോൺ. ഓക്കെ, റൈറ്റ് ഇൻ വൺ ആക്ഷൻ ഓഫ് ദിസ് ഹോർമോൺ ടു ഇൻക്രീസ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ. എങ്ങനെയാണ് പാരാതോർമോൺ രക്തത്തിൽ നമ്മളെ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടുന്നു എന്നാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം, വൃക്കകളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന കാൽഷ്യം, കിഡ്നിയിൽ സ്റ്റോർ ചെയ്ത കാൽഷ്യത്തിനെ അവർ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യും. യെസ്, അതേപോലെ തന്നെ എന്താണ്, അതായത് ബ്ലഡിലുള്ള കാൽഷ്യം ബോണിൽ മിക്സ് ആവുന്നുണ്ട്. ആ ഒരു പരിപാടിനെ ഇവരെന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ കാൽസിറ്റോണിന്റെയും പാരാതോർമോണിന്റെയും പഠിച്ചു വെക്കുക. ബ്ലഡ് കാൽഷ്യം ഇസ് മോർ ദാൻ അല്ലെ, മോർ ആയിരിക്കും, കൂടുതലാണെന്ന് കാണിക്കുക, നോർമലിനേക്കാളും കൂടുതലാണെന്ന് കാണിച്ചിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുക. കാൽസിറ്റോണിനാണ് പഠിക്കുക, പാരാതോർമോണും കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, എക്സ് വൈ എന്നീ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ പേര് എഴുതുക. എക്സ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ശ്രവണ നാഡി അല്ലെ? ശ്രവണ നാഡിയാണ്. ആൻഡ് വൈ എന്ന് പറയുന്നത് ഏതാണ്? കോക്ലിയ അല്ലെ? നമ്മുടെ ഒച്ചിന്റെ ഇതുപോലെ ഷെല്ല് പോലെ, തോട് പോലെ കോക്ലിയ എന്ന് പറയുന്നത്. എക്സിന്റെ ധർമ്മം എന്താണ്? ശ്രവണ നാഡി എന്താണ് ചെയ്യുക? നമുക്കറിയാം, ഈ പറയുന്ന ഹെയർ സെല്ലുകൾ മൂവ് ചെയ്യുമ്പോൾ, രോമകോശങ്ങൾ ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് അവിടെ ആവേഗങ്ങൾ അഥവാ ഇമ്പൾസുകൾ ഉണ്ടാവും. ആ ഇമ്പൾസുകളെ ബ്രെയിനിലെ എങ്ങോട്ട് എത്തിക്കും? സെറിബ്രം, വെരി ഇമ്പോർട്ടന്റ്, സെറിബ്രത്തിലേക്ക് എത്തിക്കും. ഇതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്താ, ഇയാൾ ആരാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇതാരാണ്? ഇത് വെസ്റ്റിബുലാർ നെർവ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നാഡിയാണ്. നമ്മുടെ ബോഡി ബാലൻസിങ്ങിന് വേണ്ടി സഹായിക്കുന്നതാണ്. യെസ്, അത് എന്താ ചെയ്യുക? അത് നേരെ എങ്ങോട്ട് എത്തിക്കുക? സെറിബെല്ലം. അത് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗമാണ്. സെറിബ്രം, സെറിബെല്ലം. വെസ്റ്റിബുലാർ നെർവ് ആണ് എന്ത് ചെയ്യുന്ന ഇമ്പൾസുകളെ സെറിബെല്ലത്തിലേക്ക് എത്തിക്കുന്നത്. ബാക്കി എല്ലാവരും എങ്ങോട്ടാ? സെറിബ്രത്തിലേക്കാണ് എത്തിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടറി വിചാരിച്ചു. കാരണം ടെക്സ്റ്റ് ബുക്കിൽ സാർ അങ്ങനെ എടുത്തൊന്ന് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? സ്പൈനൽ നെർവ്സ് തന്നിട്ടുണ്ട്. അപ്പൊ സ്പൈനൽ നെർവ്സ് ഏത് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണടാ? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലെ? ഓക്കെ, യെസ്. അപ്പൊ സ്പൈനൽ നെർവ്സ് എത്ര ജോഡിയുണ്ട്? 31 ജോഡി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ക്രേനിയൽ നെർവ്സ് വരും. അത് എത്ര ജോഡിയുണ്ട്? 12 ജോഡി. അപ്പൊ പെരിഫറൽ നാഡീ വ്യവസ്ഥ, അതായത് സുഷുമ്ന നാഡികളാണ് സ്പൈനൽ നെർവ്സ്, 31 ജോഡി. ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് ശിരോനാഡികളാണ്, 12 ജോഡി. ഓക്കെ, യെസ്, അതേപോലെ തന്നെ എഴുതണ്ടല്ലോ. ഓക്കെ, A child's doubt is given below. Analyze it and write your conclusion. കുട്ടിയുടെ സംശയം നൽകിയിട്ടുണ്ട്, അത് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. If sympathetic system helps to overcome the emergency situation, then what is the use of epinephrine and norepinephrine? ഓൾറെഡി നമ്മുടെ അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യാൻ സിമ്പത്തറ്റിക് വ്യവസ്ഥയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൽ എപ്പിനെഫ്രിന്റെയും നോറെപ്പിനെഫ്രിന്റെയും ആവശ്യം? അതായത് ഇപ്പൊ നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ ഒരു പട്ടി കടിക്കാൻ വന്നു, അതൊരു അടിയന്തര സാഹചര്യമാണല്ലോ, അല്ലാതെ സന്തോഷ സാഹചര്യവും നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കിയ സാഹചര്യമല്ല, അടിയന്തര സാഹചര്യമാണ്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ആ പട്ടീനെ അടിച്ച് ഇടിച്ച് തോപ്പിക്കണം, ഫൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പിന്തിരിഞ്ഞ് ഓടണം, ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കണം, അത് കടിക്കാതിരിക്കണമെങ്കിൽ അല്ലെ? ചെയ്യണം. അതെ, അപ്പൊ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് തോന്നുന്നത് ആര് കാരണമാണ്? എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും ആണ്. അപ്പം നമ്മൾ ആ ഒരു അടിയന്തര സാഹചര്യം മറികടക്കാൻ സഹായിക്കുന്ന ഹോർമോണുകൾ, അതായത് അടിയന്തര ഹോർമോണുകൾ, എമർജൻസി ഹോർമോൺസ് അല്ലെ? അടിയന്തര ഹോർമോണുകൾ അഥവാ എമർജൻസി ഹോർമോൺസ് ആണ് ആര് എന്ന് പറയുന്നത്? എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവര് സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ കൂടെ വർക്ക് ചെയ്യും. ഓക്കെ, സിമ്പത്തറ്റിക് സിസ്റ്റം എന്താ ചെയ്യുക? ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിലനിർത്താൻ സഹായിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി കൂടുമ്പോഴാണ് നമുക്ക് ഇത്തരം ഘട്ടങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? മറികടക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ഒരു തവണ ഇങ്ങനെയും കൂടി ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് എൻഡോക്രൈൻ സിസ്റ്റം, അതായത് അന്തസ്രാവി വ്യവസ്ഥയും അതേപോലെ നാഡീ വ്യവസ്ഥയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും ചോദിക്കാം. ഓക്കെ,
Rearrange the statements given in the box later sense or smell suitably. ഇത് പല തവണയായിട്ട് പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഫ്ലോ ചാർട്ട് അല്ലാതെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് പറയുക. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കണം, വെറുതെ 1, 2, 3 തന്നിരിക്കുന്ന സാധനത്തിൽ എടുത്തെഴുതിയാൽ മതി. 2 മാർക്ക് കിട്ടി അല്ലേ? അപ്പൊ വളരെ ഈസി ആയിട്ട് ഇവിടെ നമുക്ക് അറിയാം ആരോമാറ്റിക് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഹെയിൽഡ് എയറിൽ കയറുന്നു അല്ലെ. കണികകൾ ഈ പറയുന്ന മസ്തിഷ്കത്തിൽ എത്തില്ല. സോറി എന്തായിരുന്നു? അല്ല, പ്രവേശിക്കുന്നു. വായുവിൽ കലരുന്ന ഗന്ധകണികകൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് പ്രവേശിച്ചിട്ട് എന്ത് ചെയ്യും? ഗന്ധകണികൾ മൂക്കിലുള്ള ശ്ലേഷ്മത്തിൽ അല്ലെ, മ്യൂക്കസിൽ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. അങ്ങനെ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് കഴിയുമ്പോൾ അവിടെ എന്താണ് ഈ പറയുന്ന ഇമ്പൾസ് അഥവാ ആവേഗങ്ങൾ രൂപപ്പെടുന്നു, ആവേഗങ്ങൾ ഉണ്ടാവുന്നു. ഈ ആവേഗങ്ങൾ നേരെ എങ്ങോട്ട് എത്തും? മസ്തിഷ്കത്തിൽ, നമ്മുടെ ഈ പറയുന്ന സെറിബ്രത്തിലേക്ക് എത്തും. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഗന്ധം, സ്മെൽ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ 2 സ്റ്റെപ്പും കൂടി എക്സ്ട്രാ തന്നിട്ട് ഇതൊക്കെ എങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ടങ്ക്, നാക്ക് എങ്ങനെ രുചി തിരിച്ചറിയിക്കുന്നു എന്നുള്ള ചോദ്യം വരാറുണ്ട്. അതും ഇതുപോലെ തന്നെ റീഅറേഞ്ച് ചെയ്യാനാണ് ചോദിക്കാറ്. പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഒബ്സർവ് ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? വാട്ട് ഡസ് ദിസ് ഇലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഇതെന്താണ്? ഓക്കെ, സിനാപ്സ്. യെസ്. വാട്ട് ഈസ് ദി റോൾ ഓഫ് ദിസ് പാർട്ട് ടു ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം വൺ ന്യൂറോൺ ടു അഡ്ജസന്റ് ന്യൂറോൺ? അതായത് ഇത് ആദ്യത്തെ ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബ് ആണ് അല്ലെ. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ഭാഗമാണ്. ആൻഡ് ഇതെന്താ? തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, ഡെൻഡ്രൈറ്റ് ആണ്. ഈ 2 ന്യൂറോണിന്റെ ഭാഗങ്ങളുടെ ഇടയിൽ ഒരു വിടവ് കണ്ടോ നിങ്ങൾ? അതാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അല്ലെങ്കിൽ വിടവ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു ഇമ്പൾസ്, ഒരു ആവേഗം തൊട്ട് മുന്നിലുള്ള ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അതിന്റെ ഉള്ളിൽ കുറെ സഞ്ചികളുണ്ട് അല്ലെ, ബാഗുകളുണ്ട്. ആ ബാഗുകൾ തുറന്ന് അതിന്റെ ഉള്ളിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ്, രാസവസ്തുക്കളായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് വിടവിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാഡീയ പ്രേഷകങ്ങൾ തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിൽ ഒരു ഇമ്പൾസ് ജനറേറ്റ് ആവുന്നു എന്നുള്ളതാണ് നിങ്ങളോട് കൃത്യമായിട്ട് എഴുതേണ്ടത്. പല രീതിയിൽ ചോദിക്കും. നിങ്ങൾക്ക് ഇതിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഈ കാണുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിക്കും. ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ സിനാപ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? സിനാപ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്പീഡും ഡയറക്ഷനും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സിനാപ്സ് ആണ്. അതേപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് 2 എക്സാമ്പിൾ പഠിക്കാനുണ്ട്. അസറ്റൈൽകോളിനും ഡോപ്പമൈനും. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഗിവ് റീസൺസ്. ഇത് 2-3 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. ഈവൻ ഫസ്റ്റ് ടേമിന് മാത്രമല്ല ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. യെസ്. കളർ ബ്ലൈൻഡ് പേഴ്സൺസ് ആർ നോട്ട് സെലക്ടഡ് ഫോർ ജോബ്സ് ലൈക്ക് ദാറ്റ് ഓഫ് എ ഡ്രൈവർ, പൈലറ്റ്. വർണ്ണാന്തതയുള്ളവരെ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്ക് എടുക്കാറില്ല. എന്തുകൊണ്ടായിരിക്കും? വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കളേഴ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. റെഡും ഗ്രീനും. യെസ്. അപ്പോൾ ഈ പറയുന്ന നമുക്കറിയാം ഡ്രൈവർ അല്ലെങ്കിൽ പൈലറ്റ് ജോലിയാണെന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സിഗ്നലുകളുടെ കളേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റെഡും ഗ്രീനും ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് റെഡും ഗ്രീനും ഏതാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ്? പോസിബിൾ ആയിരിക്കില്ല. വണ്ടി ഓടിക്കുന്ന ട്രാഫിക് സിഗ്നലുകൾ മനസ്സിലാക്കാൻ പറ്റില്ല. അത് എഴുതണം, നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഈ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സിഗ്നൽസ് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ എഴുതണം. അല്ലാതെ എന്താണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. സിഗ്നലുകളുടെ കാര്യം പ്രത്യേകം എടുത്ത് എഴുതുക കേട്ടോ. യെസ്. ടിയേഴ്സ് ഹാവ് ദ എബിലിറ്റി ടു ഡിസ്ട്രോയ് ജേംസ്. കണ്ണ് അണുനാശക ശേഷിയുണ്ട്. എന്താണ്? ഇതിൽ ഏത് എൻസൈം ഉണ്ട്? ലൈസോസൈം. യെസ്, ലൈസോസൈം. ഓക്കെ, ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? വരുന്ന അണുക്കളെയൊക്കെ അല്ലെ, ജേംസിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ ഈ ലൈസോസൈം ഹെൽപ്പ് ചെയ്യും. അത് എവിടെയാണുള്ളത്? കണ്ണുനീരിൽ അഥവാ ടിയേഴ്സിൽ. അന്ധബിന്ദുവിൽ കാഴ്ചയില്ല. അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് കാരണം എന്താണ്? അന്ധബിന്ദുവിൽ എന്തില്ല? ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തില്ല? ഫോട്ടോ റിസെപ്റ്റേഴ്സ് അഥവാ പ്രകാശഗ്രാഹികൾ ഇല്ല. പ്രകാശഗ്രാഹികൾ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് വിഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആവുള്ളൂ, കാഴ്ച എന്ന് പറയുന്നത് സാധ്യമാവുകയുള്ളൂ. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ? ശരിക്കും ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത്, അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3rd ചാപ്റ്ററിൽ കുറെ രോഗങ്ങൾ പഠിക്കാനുണ്ട്. ഡയബറ്റിസ് പഠിക്കാനുണ്ട്, പ്രമേഹം പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നമ്മളെ തൈറോയ്ഡ് ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ പഠിക്കാനുണ്ട്, പിന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ട രോഗം പഠിക്കാനുണ്ട്, വാസോപ്രസിന്റെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് പഠിക്കാനുണ്ട്. എല്ലാത്തുനിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ മക്കളെ നോക്കിക്കേ, ഇവിടെ മിക്സ് എഡിമ അല്ലെ. മിക്സ് എഡിമ എന്ന് പറയുന്നത് എന്താ സംഭവം? അതായത് വലിയ ആൾക്കാരില് തൈറോക്സിന്റെ അളവ് കുറയുന്നതാണ് മിക്സ് എഡിമയ്ക്ക് കാരണം അല്ലെ. ഓക്കെ, യെസ്. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മളെ മെറ്റബോളിക് റേറ്റ്, അതായത് ഉപാപചയ നിരക്ക് കുറയുന്നു. ആൻഡ് ഓൾസോ സ്ലഗ്ഗിഷ്നെസ്, ഒരു മന്ദത ഉണ്ടാവുന്നു. അടുത്തത് മലയാളം ചെയ്യാം അല്ലെ. ഹൈപ്പർ തൈറോയിഡിസം. അപ്പൊ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് തൈറോക്സിന്റെ തുടർച്ചയായിട്ടുള്ള അമിതോൽപാദനം, കൂടുതലായിട്ട് തൈറോക്സിൻ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ഇത് വന്നു കഴിഞ്ഞാല് ഉപാപചയ നിരക്ക്, അതായത് മെറ്റബോളിക് റേറ്റ് കൂടും.
അതേപോലെ ശരീരഭാരം ദേഹം ഇങ്ങനെ മെലിഞ്ഞ് വരും. ഓക്കെ, അടുത്തത് എന്താ? ഗോയിറ്റർ ആണ് അല്ലെ. ഗോയിറ്റർ എന്ന് പറയുന്നത് അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നത്. അപ്പൊ അയഡിൻ കുറയുന്നത് കൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടാവുന്നത്. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഇങ്ങനെ അമിതമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും. ശരിക്കും ഇവിടെ ക്രെറ്റിനിസം, ഈ ക്രെറ്റിനിസം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടുത്തത് എന്ത് ചെയ്യായിരുന്നു? മാച്ച് ചെയ്യായിരുന്നു. പക്ഷെ അവരത് അവിടെ കൊടുത്തിട്ടില്ല, മറച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Observe the figure indicating the relation size of the pupil and answer the questions. ഇതും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 2-3 തവണ ഇതുപോലെ 2 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഏതാണ് ഇത് കാണിച്ചിരിക്കുന്ന മസിൽസ് എന്നാണ് നോക്കുക. എക്സ് എന്ന് പറയുന്ന ഉള്ളിലുള്ളതാണ്. അത് ഏതാണ്? നമ്മുടെ സർക്കുലർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശികളാണ് എക്സ് എന്ന് പറയുന്നത്. വലയ പേശികൾ. വൈ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ റേഡിയൽ മസിൽസ് അല്ലെ, റേഡിയൽ പേശികൾ അല്ലെങ്കിൽ റേഡിയൽ പേശികൾ. എന്താണ് ചോദിക്കുന്നത്? which figure shows the change in the pupil in dim light? dim lightൽ എന്താണ് സംഭവിക്കുക? dim lightൽ നമ്മുടെ റേഡിയൽ മസിൽസ് കൺസ്ട്രിക്ട് ചെയ്യും. റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്യൂപ്പിൾ ഇങ്ങനെ വലുതാവും. കാരണം dim light ആണ്, ഒട്ടും പ്രകാശമില്ല. ഉള്ളതെങ്കിൽ അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് എഴുതിയിട്ട് നമ്മുടെ പ്യൂപ്പിൾ ഇങ്ങനെ വലുതാവുകയാണ്. അപ്പൊ ഏതാണ് ഈ ഇമേജ് അല്ലെ? ഫിഗർ 1 ആണ് dim ലൈറ്റിലുള്ളത്. ഹൗ ഡു ദിസ് മസിൽസ് കോസ് ചേഞ്ച്? നമ്മൾ പറഞ്ഞു എന്താണ് ഈ പറയുന്ന മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നു, പ്യൂപ്പിൾ വികസിക്കും. പ്യൂപ്പിൾ എന്ത് ചെയ്യും? പ്യൂപ്പിൾ എന്ന് പറയുന്നത് വികസിക്കും. ഈ ചോദിച്ചിരിക്കുന്ന എല്ലാം ഡിം ലൈറ്റിനെ ബേസ് ചെയ്തിട്ട്, അതായത് മങ്ങിയ വെളിച്ചത്തിലുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തന്നെ പ്രകാശം കൂടുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും ഇതിന്റെ മറ്റേ ഭാഗവും ചോദിക്കാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടാവില്ല, ഇത്തവണത്തെ ഓപ്പോസിറ്റ് ആയിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ്. അപ്പൊ ആ രീതിയിലും കൂടി നിങ്ങൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക കേട്ടോ. കുട്ടികൾ വിചാരിക്കും എനിക്കെന്തോ പ്രശ്നം ഉണ്ടെന്ന്. അതെന്താ? എനിക്ക് എന്റെ 2 ചെവിയും ചൊറിഞ്ഞിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് ഈ ഭാഗം അണ്ണാക്കെന്ന് പറയും നമ്മള്. ആ, ഇതിന്റെ ഉള്ളിൽ ചൊറിയുന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല ഇല്ല, നീരിറങ്ങിയിട്ടാ. യെസ്, എന്താണ്? ഓർഗൻ, ലിവർ, യൂറിനറി ബ്ലാഡർ, A, B കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഇത് കാണുമ്പോ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു എളുപ്പമാണ് നോക്കിക്കേ, ഹിന്റ് കൊടുത്തിട്ടുണ്ട്. A, B എന്ന് പറയുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. 1, 2, 3, 4 എന്ന് പറയുന്നതോ അതും എന്ത് തന്നെയാണ്? അതായത് ഭാഗങ്ങളുടെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അവയവം, ഓർഗൻ, ലിവറും യൂറിനറി ബ്ലാഡറും, കരളും മൂത്രാശയവും. അത് നമുക്ക് സിസ്റ്റത്തിന്റെ പേര് എഴുതാം, എയും ബിയും. എ എന്താണ്? സിമ്പത്തറ്റിക് സിസ്റ്റവും, മറ്റേതെന്താണ്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും ആണ്. അപ്പൊ സിമ്പത്തറ്റിക് സിസ്റ്റം കരള്, ലിവറിൽ വെച്ചുണ്ടാക്കുന്ന മാറ്റം എന്താന്ന് ചോദിച്ചാൽ, അതായത് ഇവര് ലിവറിൽ വെച്ചിട്ട്, കരളിൽ വെച്ചിട്ട് ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പൊ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. എന്തിനു വേണ്ടി? എനർജിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം നേരെ ഓപ്പോസിറ്റ് എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി യൂറിനറി ബ്ലാഡർ, സിമ്പത്തറ്റിക് സിസ്റ്റം എന്താ ചെയ്യാന്ന് വെച്ചാൽ മൂത്രാശയത്തിന്റെ ആ ഒരു എന്താ പറയാ, ലൈക്ക് എന്താ നമ്മൾ പറയാതിന്, മൂത്രാശയം അതന്നെയാണ് പറയാ. അതായത് മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത്, അതായത് അതിന്റെ നോർമൽ സ്റ്റേറ്റ് റീഗെയിൻ ചെയ്യുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നോർമൽ സ്റ്റേറ്റിന് അത് റീഗെയിൻ ചെയ്യുന്നത് ആര് കാരണമാണ്? സിമ്പത്തറ്റിക് സിസ്റ്റം. അതായത് മൂത്രാശയം പൂർവ്വ സ്ഥിതി പ്രാപിക്കും. ഓക്കെ, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ അങ്ങോട്ട് കോൺട്രാക്ട് ചെയ്യും അല്ലെ. ഇതിനെന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നത്, ഉള്ളിലേക്ക് അതിനങ്ങനെ ചുരുക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂത്രം ഒഴിക്കുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ? അതേ ചോദിച്ചിട്ടുള്ളൂ. അടുത്തത് hints related to an endocrine gland are given below. Analyze it and answer the questions. ഒരു അന്തസ്രാവി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അത് വിശകലനം ചെയ്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ബ്രെയിൻ, അതായത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്നു. നെയിം ദ ഗ്ലാൻഡ്. ഏത് ഗ്ലാൻഡ് ആണടാ? ഏത് ഗ്രന്ഥിയാണടാ? പൈനിയൽ അല്ലെ, പൈനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ. ഓക്കെ, രണ്ടാമതൊരു പോയിന്റും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? produces hormone that helps to maintain the rhythm of daily activities. അതായത് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഹോർമോൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മെലറ്റോണിൻ ആണ് ഹോർമോൺ അല്ലേ. അപ്പൊ മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? പൈനിയൽ ഗ്ലാൻഡ് അല്ലേ. How does the hormone mentioned here influence sleep and waking up? അതായത് നമ്മൾ ഉറക്കവും ഉണരലും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെലാറ്റോണിൻ ആണ്. ഈ മെലാറ്റോണിന്റെ അളവ് രാത്രി അങ്ങ് കൂടും. അപ്പൊ നമ്മള് എന്ത് ചെയ്യും? നല്ല ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും. അല്ല, രാവിലെ തന്നെ പകല്, രാവിലെ മാത്രല്ലല്ലോ അല്ലേ, പകൽ എന്താ ചെയ്യാ? കുറയും. അപ്പൊ നമ്മള് ഉണർന്നിരിക്കും. അത്രയേ ഉള്ളൂ. റൈറ്റ്, അനദർ ഫംഗ്ഷൻ ഓഫ് ദിസ് ഹോർമോൺ. അപ്പൊ നമ്മൾ മറ്റ് ആനിമൽസിലൊക്കെ ഈ പറയുന്ന അവരുടെ ആ ഒരു പ്രജനന കാലഘട്ടം അല്ലെ, ആ ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത് പ്രത്യേക സമയത്തായിരിക്കും. അപ്പൊ ഈ ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡിൽ ഇവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് ഇവരുടെ ആ ലൈംഗിക അവയവങ്ങളും ലൈംഗിക പ്രവർത്തനങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അത് മെലാറ്റോണിൻ ആണ് കേട്ടോ.
ഓക്കെ. പിന്നെ നമ്മളെ ബോഡിയുടെ 24 hour റിതം, അതായത് 24 മണിക്കൂറിലേക്ക് നമ്മളെ ബോഡി അഡാപ്റ്റഡ് ആയി കഴിഞ്ഞു. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നത് ആരാ? മാത്രമല്ല ഈ പറയുന്ന കംപ്ലീറ്റ് നമ്മുടെ 24 hour റിതം എന്ന് പറയുന്നത് അത് കൺട്രോൾ ചെയ്യുന്നത്, ആ ഒരു സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നത് മെലാറ്റോണിൻ ആണ്. യെസ്. Observe the illustration showing the section of spinal cord and answer the questions. എന്താണ് സുഷുമ്നയുടെ ഛേദം തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ്. എക്സ് വൈ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. യെസ്. അപ്പം ആദ്യം തന്നെ എക്സ് വൈ എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്ത് റൂട്ടാണ്? ദാറ്റ് ഈസ് വെൻട്രൽ റൂട്ട് അല്ലെ, വെൻട്രൽ റൂട്ട് ആണ്. ഓക്കെ, അടുത്തതോ വേറെ ഏതാ ചോദിച്ചിരിക്കുന്നത്? വൈ ഏതാണ്? അത് ഡോർസൽ. ഇവയിലൂടെ പ്രവഹിക്കുന്ന ആവയവങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അതായത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള ഇമ്പൾസുകളെ, ശരീരഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പൾസിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൻസറി ഇമ്പൾസ്, സംവേദാവേഗങ്ങൾ എന്ന് വിളിക്കാം. ഇത് നമ്മുടെ സുഷുമ്നയിലേക്ക് എത്തുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്. പക്ഷെ സുഷുമ്നയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആവേഗങ്ങൾ, പ്രേരകാവേഗങ്ങൾ, മോട്ടോർ ഇമ്പൾസുകൾ അല്ലെ, സുഷുമ്നയിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത് വെൻട്രൽ റൂട്ട് വഴിയാണ്. സെഡ് എന്ന ഭാഗത്ത് കാണപ്പെടുന്ന ദ്രവത്തിന്റെ ധർമ്മങ്ങൾ എഴുതുക. സെഡിൽ കാണുന്ന ദ്രവം ഏതാണ്? അപ്പൊ അത് സെഡ് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ. എന്താണ്? സെൻട്രൽ കനാൽ. സെൻട്രൽ കനാലിൽ എന്തിരിപ്പുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ട്. സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ട്. അപ്പൊ അതിന്റെ ധർമ്മങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്? കലകൾക്ക് എന്ത് കൊടുക്കുക? ടിഷ്യൂസിന് വേണ്ടത്ര ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതേപോലെ പ്രൊട്ടക്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ഇഞ്ചുറീസിൽ നിന്ന്, അതായത് അപകടങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? ഷോക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും സഹായിക്കും. ഒരു കുഷൻ പോലെ ആക്ട് ചെയ്യും. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Hints related to the fluids in the eye are given below. Analyze them and answer the questions. നമുക്ക് രണ്ട് ഫ്ലൂയിഡ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ്, അതായത് ജലം പോലെയുള്ള ദ്രവമുണ്ട്, ജെല്ലി പോലെയുള്ള ദ്രവമുണ്ട്. ജലം പോലെയുള്ള ദ്രവമാണ് ഏത്? നമ്മുടെ അക്വസ് ദ്രവം അഥവാ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. യെസ്, ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ് നമ്മുടെ വിട്രിയസ് ദ്രവം അഥവാ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. വിട്രിയസ് ദ്രവം അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ഫ്ലൂയിഡ്, അതും ചോദിക്കും. അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ദ്രവം എന്താണ് ചെയ്യുന്നുണ്ടായിരിക്കാം? നറിഷ്മെന്റ് ആണ് അല്ലെ, ഈ പറയുന്ന പോലെ തന്നെ ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പോവാണ് അല്ലെ, നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പോലെ തന്നെ. യെസ്, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് വേണ്ട? നറിഷ്മെന്റും ഓക്സിജനും ഒക്കെ കണ്ണിന്റെ കലകളിലേക്ക് എത്തിക്കുക, കണ്ണിലെ ടിഷ്യൂസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അക്വസ് ഹ്യൂമറിന്റെ പണി. ഇനി ഈ പറയുന്ന നമ്മുടെ വിട്രിയസ് ഹ്യൂമറിന്റെയോ കണ്ണിന്റെ ഷേപ്പ്, ഒരു ബോൾ പോലെ ഇരിക്കുന്നത്. അപ്പൊ ആ ബോൾ എന്ന് പറയുന്ന ഒരു ആകൃത, കണ്ണിന് ഷേപ്പ് കൊടുക്കുന്നത് ആരാണ്? അത് വിട്രിയസ് ദ്രവമാണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Analyze the statement and answer the questions. Actions of the hormone produced by the beta cells of islets of Langerhans maintain blood glucose level without increasing. Yes. Okay, അതായത് islets of Langerhansലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് വർദ്ധിക്കാതെ നിലനിർത്തുന്നു. അവിടെയാണ് ചോദ്യം കിടക്കുന്നത്. വർദ്ധിക്കാതെ നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ അതേത് ഹോർമോൺ ആണെന്ന് ഇപ്പൊ തന്നെ ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഹോർമോൺ ഏതായിരിക്കും? നമ്മുടെ ഇൻസുലിൻ. പിന്നെ ബീറ്റാ കോശങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാം അല്ലെ. ബീറ്റാ കോശങ്ങളും ഉണ്ട്, അവിടെ ഒരു ഹിന്റ് ഉണ്ട്. അവിടെ ഹിന്റ് ഉണ്ട്. ഏതാണ്? നമ്മുടെ ഇൻസുലിൻ ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഈ ഹോർമോണിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? അളവ് കുറഞ്ഞു. അപ്പൊ ഇനി ഉദ്ദേശം എന്താണ്? നമുക്ക് കൂട്ടണം എന്നാണ്. അപ്പൊ ഇയാൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് ഇൻസുലിൻ എന്താ ചെയ്യാ? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുക ചെയ്യാം. ഇപ്പൊ ഓൾറെഡി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറവാ, വീണ്ടും കുറയ്ക്കാൻ ഇയാളെ നമുക്ക് വേണ്ട. അപ്പൊ ഇയാളുടെ പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇയാളുടെ അളവ് കുറയും, എന്നിട്ട് ഗ്ലൂക്കോഗോണിന്റെ അളവ് അവിടെ കൂട്ടും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നതിൽ ഈ ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? യെസ്, അതായത് ഇല്ല, അത് മറ്റേതിലായിരുന്നു. ആണല്ലേ? ഓക്കെ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നതിൽ ഈ ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? അതായത് ഇൻസുലിൻ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കണം. അപ്പൊ കുറയ്ക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ ലിവറിലേക്ക് പോകും, കരളിലേക്ക് പോകും. എന്നിട്ട് കരളിനോട് പറയും, അതായത് ഓൾറെഡി ബ്ലഡിൽ കുറെ ഗ്ലൂക്കോസ് ഉണ്ട്, അപ്പൊ ആ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യാ? നീ കുറച്ചൊന്ന് എടുത്തോ. അപ്പൊ കരൾ പറയും ഓക്കെ, പക്ഷെ ഞാൻ ഗ്ലൂക്കോസിന് എന്തായിട്ട് സ്റ്റോർ ചെയ്യുള്ളൂ? ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പൊ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? ഇൻസുലിൻ ഹെൽപ്പ് ചെയ്യും. എന്നാലും കുറയോ? ഇല്ല. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ചാല് ഇവര് സെൽസിനോട് പറയും, ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉള്ളത്, പിന്നെ നീ ആരെ നോക്കിയിരിക്കുക? അപ്പൊ സെൽസിനോട് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാൻ, ഉപയോഗിക്കാൻ അപ്ടേക്ക് കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദി ഫിഗർ ഓഫ് ബ്രെയിൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇതിൽ പറഞ്ഞത് നോ നീഡ് ടു ഡ്രോ ദ ഫിഗർ ഓഫ് അതന്നെ നന്മ തന്നെ. എഴുതിയാ മതി, വരയ്ക്കൊന്നും വേണ്ട. അപേക്ഷിക്കുകയാണ്, വരയ്ക്കൊന്നും വേണ്ട. എന്താണ്? ഐഡന്റിഫൈ നെയിം ദി പാർട്സ് ലേബിൾഡ് ആസ് 1 2 3 and 4. എന്താണ് ഇതിൽ ഏതൊക്കെയാണ് 1 2 3 and 4 എന്ന് എഴുതാ? യെസ്, 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും വലിയ ഭാഗമാണല്ലേ നമ്മുടെ മസ്തിഷ്കത്തിൽ, അതാണ് സെറിബ്രം. ഓക്കെ. ഇനി 2 എന്ന് പറയുന്നത് സെറിബ്രത്തിന്റെ താഴെ, അതെന്താണ്? തലാമസ് ആണ്. ആൻഡ് 3 എന്ന് പറയുന്നത് എന്താ? മെഡുല ഒബ്ലോങ്കേറ്റ. ഓക്കെ, അബ്ലാങ്കട്ട അല്ലേ. ഇനി ഇത് ഏത് ഭാഗമാണ്? ദാറ്റ് ഈസ് സെറിബെല്ലം. ഫ്ലാപ്പ് പോലെ നിൽക്കുന്നത്. ഒരാളെ മാത്രം ഇവര് വിട്ടിട്ടുണ്ട് ഇവിടെ, അതായത് ഈ കാണുന്ന ഹൈപ്പോതലാമസ്. അത് വേണ്ട,
Write the function of the parts 2 and 3. ഇതിൽ വീണ്ടും അതെ എല്ലാം ഒന്നും എഴുതണ്ട, ഇതൊന്നും രണ്ടെണ്ണം. അതെ, നിങ്ങളോട് അധികം ഒന്നും ആവശ്യപ്പെട്ടില്ല. രണ്ടാമത് തലാമസ. എന്താ ചന്ദ്രൻ നമ്മുടെ വിട്ടുപോയടാ. ഓക്കെ, അപ്പൊ തലാമസ് എന്ന് പറയുന്നത് ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് ആക്ട് ചെയ്യുന്ന റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ആണ്. അതാണ് അവിടെ എഴുതേണ്ടത്. ആൻഡ് 3 മെഡുല ഒബ്ലിഗേറ്റ ഇൻവോളണ്ടറി ആക്ഷൻസ്, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അതായത് നമ്മുടെ ബ്രീത്തിങ് അല്ലെ, ഈ ശ്വാസോശ്വാസം, പിന്നെ ഹാർട്ടിന്റെ ബീറ്റ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നു. അപ്പൊ ഏതും ചോദിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ 1 ചോദിക്കാം, 4 ചോദിക്കാം, ഏതും ചോദിക്കാം. എല്ലാത്തിന്റെ ഫംഗ്ഷനും ഇത് ഒരു റിപ്പീറ്റഡ് ആൻഡ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതും എപ്പോ നോക്കിയാലും ആൾക്കാരുടെ ഫംഗ്ഷനോ എന്തെങ്കിലും ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു 1 മാർക്കിനും അവിടെ ചോദിച്ചു, 3 മാർക്കിനും ചോദിച്ചു. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് വന്നതാ. ഓക്കെ, പൊതുവെ ഇത് എപ്പോഴും ചോദിക്കാറുള്ളത് പകർത്തി വരയ്ക്കണം എന്നാണ് കേട്ടോ. അപ്പൊ പകർത്തി വരയ്ക്കാൻ ഒരു ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, യെസ്, ഏതാണ്? റീഡ്രോ ദി ഡയഗ്രാം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. കണ്ടോ, റീഡ്രോ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും വരയ്ക്കാനായിട്ട് തൊട്ടടുത്തുള്ളവരെ പിടിക്കുക, അവനോട് പറ ചെവി കാണിച്ചതാ, ചെവി നോക്കുക, വരയ്ക്കാന്ന്. റീഡ്രോ ദി ഡയഗ്രാം. അപ്പോ ഈ ഡയഗ്രാം ഏതാണെന്ന് കണ്ടാ അറിയാം, ചെവിയാണ്. ചെവിയുടെ നമ്മുടെ ഈ ഭാഗം അല്ലെ. നെയിം ആൻഡ് ലേബൽ ദി ഫോളോയിങ് പാർട്സ്. പാർട്ട് റിസീവ് ദി സൗണ്ട് വേവ്സ്. എന്താണ് ശബ്ദ തരംഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ഏതാണ്? ചെവിക്കുട അല്ലെ, പിന്നെ ചെവിക്കുട. യെസ്. ഇനി ചെറു രോമങ്ങളും മെഴുകും കാണപ്പെടുന്ന സ്ഥലം എന്താ? നമ്മളിങ്ങനെ ഓട്ടെ കൂടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചെറിയ ചെറിയ ഹെയർസും വാക്സും ഒക്കെ കാണാം. ആ ഭാഗമാണ് ഏത്? നമ്മുടെ ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളം എന്ന് പറയുന്നത്. ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളം. അപ്പൊ കർണനാളത്തിലാണ് നമുക്ക് ഈ മെഴുകും സംഭവങ്ങളും കാണാൻ പറ്റാം. യെസ്, അതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്താണ് ശബ്ദ തരംഗങ്ങൾക്ക് അനുസൃതമായി കമ്പനം ചെയ്യുന്ന ഭാഗത്തിൽ ഇരുവശത്തുമുള്ള മർദ്ദം തുല്യമാക്കപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഇയറിന്റെയും മിഡിൽ ഇയറിന്റെയും ഇടയിൽ അല്ലെ, എക്സ്റ്റേണൽ ആൻഡ് മിഡിൽ ഇയറിന്റെ ഇടയിൽ കാണുന്ന ഒരു കുഞ്ഞാളെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ 2 ഭാഗത്തുള്ള പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഏതാണ് ആ ഭാഗം എന്ന് പറയുന്നത്? നമ്മുടെ യൂസ്റ്റേഷൻ ട്യൂബ്. യെസ്, ഇത് എഴുതിയാൽ മതി, അതാണ് കീവേഡ്. നിങ്ങൾ ആ യൂസ്റ്റേഷൻ ട്യൂബ് നമ്മുടെ എഴുതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. യൂസ്റ്റേഷൻ ട്യൂബ് അഥവാ യൂസ്റ്റേഷൻ നാളിയാണ് ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ടിംപാന അടിച്ചു പോടാ. കാരണം ടിംപാന ആകെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ ഇവിടുന്ന് ഭയങ്കരമായിട്ട് ശബ്ദ തരംഗങ്ങൾ വരുന്നു. നല്ല തരംഗങ്ങൾ വന്ന ഒറ്റ അടിയിൽ അത് തീർന്നു പോകും. നമ്മൾ പറഞ്ഞില്ലേ ചെവി അടിച്ചു പോകാന്നില്ലേ. അപ്പൊ അത് പൊട്ടിപ്പോവാൻ പാടില്ല. അപ്പൊ അത് പൊട്ടിപ്പോവാതിരിക്കാൻ ഇപ്പുറത്തെ ഒരു പ്രഷർ അതിന് കൊടുക്കണം. അതിന് വേണ്ടി സഹായിക്കുന്നതാണ് ആര്? നമ്മുടെ യൂസ്റ്റേഷൻ നാളി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതിയ ഫീൽ ഇല്ലേ? ഉണ്ടാവും അല്ലെ. ഇതേപോലെ തന്നെയാണ് നാളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതുപോലത്തെ ഒരു ചോദ്യ പേപ്പർ എഴുതാൻ പോകുന്നത്. അപ്പൊ പേടിയും ടെൻഷനും ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ എന്തായാലും ലൈവ് അറ്റൻഡ് ചെയ്യുമല്ലോ, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളോട് ഡിസ്കസ് ചെയ്യുമല്ലോ, വീഡിയോസ് ഒക്കെ കാണാൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള പല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാണണം, കൃത്യമായിട്ട് കാണുക. പിന്നെ നമ്മളിപ്പോ പറഞ്ഞപ്പോ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ തന്നെ കിട്ടി. അതെ, 3 ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്തു, എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഇനി ബാക്കി കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞില്ല, എപ്പോഴും ക്വസ്റ്റ്യൻസ് കുറെ ചെയ്തു നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. എങ്ങനെയാണ് എങ്ങനെ വന്നാലും നമുക്ക് അത് എഴുതാൻ ഒരു ഐഡിയ കിട്ടും. അതെ, യെസ്. അപ്പൊ എന്ത് ചെയ്യാ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ എന്തായാലും തംസ് അപ്പ് തരിക, ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ, അവരും നാളെ ഫുൾ മാർക്ക് വാങ്ങട്ടെ. ആൻഡ് ഓൾസോ കമന്റ് ചെയ്യുക, വീഡിയോ അടിപൊളിയാണോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. പറയാം, നമ്മൾ ഷോർട്സും കുറെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഷോർട്ട് വീഡിയോസിലൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അതും നിങ്ങൾ മിസ് ചെയ്യരുത്. ഷോർട്ട് വീഡിയോസും നിങ്ങൾ കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവിൽ കാണാം. ടിൽ ദെൻ ബൈ.